ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ ലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഒരു ഫുൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിവിടെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് ഒരു ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോട്ടോയിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം ഇതിൻ്റെ അവസാനം വരിക. അവസാനം വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ അവിടം വരെ ആവുന്നതായിരിക്കും. ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെയായിട്ട് വെച്ച് കൊടുക്കും. ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. ശേഷം ഇതേപോലെ ഫേസ് കാണത്തക്ക വിധം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇമേജ് ആഡായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ മുകളിലായിട്ട് ഒരു പേരിൻ്റെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ ആരുടെ ബർത്ത്ഡേ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു പേര് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചുവപ്പ് കളർ മാറ്റണമെങ്കിൽ താഴെയായിട്ട് നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യും. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഇവിടുന്ന് ഈ ഒരു ചുവപ്പ് കളർ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള കളർ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കളർ ഇതേപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് വരും. ഇതേപോലെ തന്നെ ടെസ്റ്റിൻ്റെ ഓരോ ലെയറും സെലക്ട് ചെയ്തുകൊണ്ട് കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്തുകൊണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതേപോലെ മാറ്റി കൊടുക്കാവുന്നതാണ്. എല്ലാ ടെസ്റ്റിൻ്റെ കളറും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന ഇമേജസ് ആഡ് ചെയ്യും. അതിനായിട്ട് നമ്മളൊരു 13 ഇമേജസ് എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളിവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 9:16 റേഷ്യോ സെലക്ട് ചെയ്യും. ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് കൊണ്ട് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറണ്ട് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുത്തോണ്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ഒരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക. സേവ് ചെയ്തതിനു ശേഷം നിങ്ങളിവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം വീണ്ടും താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറണ്ട് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ഒരു ഇമേജ് ഒരു സേവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഗാലറിയിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊരു 13 ഇമേജസ് സേവ് ചെയ്തതിനു ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. എഡിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളോടൊന്ന് 9 സെക്കൻഡിലും 16 മില്ലി സെക്കൻഡിലോട്ടും വരും. വന്നതിന് ശേഷം അവിടുന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നമ്മളിപ്പോൾ 9:16 റേഷ്യോ സേവ് ചെയ്ത ഒരു ഇമേജ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. പക്ഷേ അതിനകത്തുനിന്ന് ഒരു ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ റൈറ്റ് സൈഡ് മുക്കാണ് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇമേജ് ആഡ് ആയതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ 2 ലെയർ കൊടുത്തിരിക്കുന്ന കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഗ്രേ കളറിലുള്ള ലെയർ സെലക്ട് ചെയ്യും. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. അവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ ഇമേജ് കൊണ്ട് സെലക്ട് ചെയ്യും. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു മൂന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് 2 ലെയർ കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നിന്ന് ഒരു ഗ്രേ ലെയർ സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഈ സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ഇതേപോലെ തന്നെ അടുത്ത ലെയർ സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ഈ
ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെയുള്ള എല്ലാ ബീറ്റ് മാർക്കിലും നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് 2 ലെയർ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ വേണ്ടി സാധിക്കും. ഒരു ക്യാമറയുടെ ലെയർ നിങ്ങൾ ഇതേപോലെ അൺഹൈഡ് ചെയ്ത് കൊടുക്കുക. അൺഹൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഏറ്റവും അവസാനം കാണുന്ന ഈ ഒരു ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ക്യാമറയുടെ ഓപ്ഷൻ നിങ്ങൾ ഇതേപോലെ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് അവിടെ കിട്ടിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡ് മുക്കാണെന്ന് ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.